ഹലോ ഗൈസ്, നമ്മൾ ഈ പള്ളിയത്തെ അച്ഛനുൾപ്പെടെ എല്ലാവരും കൂടി ഈ വണ്ടി എടുത്തിട്ട് പോണ വേറെ കൂടെ അല്ല. നാളെ നമ്മുടെ ജിത്തു ചേട്ടന്റെ കല്യാണമാണ്. അപ്പൊ തലേന്നത്തെ രാത്രിത്തെ പരിപാടിക്ക് വേണ്ടി നമ്മളിവിടുന്ന് പോവാണ്. നോക്കുമ്പോ ഒപ്പം ചെക്കന്മാരില്ലേന്നിട്ട് നോക്കായിരുന്നു. നോക്കുമ്പോ പുറകിൽ ഒരു പറപ്പിച്ചു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മളെ കല്യാണ വീട്ടിലെത്തി. പിന്നെ ഫുൾ ഓൺ കളർഫുൾ ആണ്. പിന്നെ ആൾക്കാർ കാണാത്ത വേറെ ഒന്നുമില്ല, കാരണം നമ്മളാണ് ഫസ്റ്റ് എത്തിയത്. പിന്നെ നമ്മൾ നേരെ വീണ്ടും ഉള്ളിൽ കയറി. പിന്നെ ഇതാണ് പയ്യൻ മണവാളൻ. പിന്നെ ആൾക്കാരൊക്കെ പിന്നെ വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു. നമുക്ക് പിന്നെ കയറിയപ്പോ തന്നെ ചായയൊക്കെ കിട്ടി. പിന്നെ ചായ കുടിച്ച് നോക്കുമ്പോഴാണ് മണവാള ചക്കനകത്ത് നമ്മുടെ ചെക്കന്മാർ എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോ മണവാള ചക്കൻ ബൈബിൾ വെച്ചിട്ട് പിന്നെ സന്ധ്യാനമസ്കാരം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമസ്കാരത്തിനാണ് പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛൻ പിന്നെ ചെക്കന്റെ തലയിൽ തൊട്ട് പിന്നെ പ്രാർത്ഥിക്കലായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുരുവിളേട്ടതിന്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കലുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെക്കന്മാരെല്ലാരും കൂടി പിന്നെ വട്ടം കൂട്ടിയിട്ട് പിന്നെ വർത്താനം പറഞ്ഞ് നിൽക്കലായി വിത്ത് മണവാളൻ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും നേരെ പോയത് പിന്നെ ഫുഡ് കഴിക്കാനാണ്. അങ്ങനെ പ്ലേറ്റിക്ക് ഫസ്റ്റ് സലാഡ് എത്തി, പിന്നെ നെയ്ച്ചോറ്, പിന്നെ കോഴിക്കറി, പിന്നെ ചില്ലി. പിന്നെ നമുക്ക് അച്ചാറ് വേണ്ടാത്തതുകൊണ്ട് പിന്നെ അച്ചാർ എടുത്തിട്ടില്ല. പിന്നെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ കല്യാണം ഇവിടുത്തെ ഫുഡുകൾ, കാരണം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും തിന്നാൻ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കൈയായിട്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം പിന്നെ ചെക്കൻ്റെ അടുത്ത് തന്നെ യാത്ര അറിയാൻ വേണ്ടി പോവാണ്. അങ്ങനെ ചെക്കൻ്റെ അടുത്ത് നാളെ പിന്നെ കല്യാണത്തിന് കാണാൻ പിന്നെ ഇറങ്ങി. പിന്നെ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. അതുകൊണ്ട് പിന്നെ നാളത്തെ കല്യാണ വീഡിയോ ഉണ്ടാവില്ല, കാരണം പ്രതീക്ഷിക്കാതെ ഫാമിലി ഒരു ഇൻസിഡന്റ് ഉണ്ടായതുകൊണ്ട് പിന്നെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ പോണതിന് മുമ്പ് നമ്മൾ ചെക്കനായിട്ട് ഒരു ഫോട്ടോയും പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടാട്ടോ പിന്നെ പോയത്. അപ്പൊ ഓക്കേ.